അതുകൊണ്ടാണ് എന്റെ ആഗ്രഹം മഞ്ജു വാര്യരെ എമ്പുരാനിൽ അറസ്റ്റ് ചെയ്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണം. BJP-ക്കാരെ നിയമം പഠിപ്പിക്കുന്നു, എന്നിട്ട് കോൺഗ്രസിന്റെ തെള്ളിയ നോമിനേഷൻ തിരിച്ചു സ്വീകരിപ്പിക്കുന്നു. വൈറലായൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ രാഹുൽ സ്റ്റാറാകുന്നത് കണ്ട് അവിടെ ആർക്കോ സഹിച്ചില്ല. എന്നാ നിനക്കെതിരെ അടുത്ത പണി ഞങ്ങൾ തരും. ഇങ്ങനെയാണോ നമ്മൾ രാഷ്ട്രീയം കളിക്കേണ്ടത്? 35 വർഷം മുമ്പ് ശങ്കരാടി പറഞ്ഞതാണ് എതിർ പാർട്ടികളിലെ INSP അന്നത്തെ കോൺഗ്രസ്, INSP-യിൽ കഴിവും ഗുണമുള്ള 2-3 പിള്ളേർ വന്നിട്ടുണ്ട്. അതായത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിലും. അവനെയൊക്കെ ഏതെങ്കിലും പെണ്ണ് കേസിൽ പെടുത്തി, ഗർഭ കേസിൽ പെടുത്തി നമുക്ക് ഇല്ലാതാക്കണോ? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പാണ്, സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാരോപണ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ അവളെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള ലൈംഗികാരോപണമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവരുന്നു. അതിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടം മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനാകുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സംസാര വിഷയം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അറസ്റ്റ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം പുറത്തു വരികയാണെങ്കിൽ സ്വമേധയായെങ്കിലും കേസെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അറസ്റ്റ് ഉണ്ടാകും എന്ന തരത്തിൽ പ്രതികരണങ്ങൾ വരികയാണ്. തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. നയപരമായിട്ട് അല്ലെങ്കിൽ ആശയപരമായിട്ട് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വരും പരസ്പരം എതിരാളികളാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന രാഹുൽ ഈശ്വർ പറയുന്നത് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് തെറ്റ് ചെയ്യാത്ത ഒരു നിരപരാധിയെ അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ ജനപിന്തുണ കൂടാൻ തന്നെയാണ് സാധ്യത. അത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ജനപിന്തുണയുടെ ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വോയിസ് സന്ദേശമടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഈശ്വർ ഇതിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും മലയാളി വാർത്ത ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള പ്രതികരണത്തിന്റെ നിലപാട് എന്താണ് എന്നും എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന തരത്തിലൊരു വാർത്ത ചെയ്തത് എന്നതൊക്കെ ചോദിച്ച് സമീപിച്ചിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വർ മലയാളി വാർത്തയോട് പ്രതികരിച്ച കാര്യങ്ങൾ ഇങ്ങനെ. നമ്മുടെ എമ്പുരാനിലെ മഞ്ജു വാര്യരെ, ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ പിക്ചർ വിട്ടത്, എമ്പുരാനിലെ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്യുന്നൊരു നിമിഷമുണ്ട്. അതാണ് ഈ എമ്പുരാനിലെ ഏറ്റവും നല്ല മൊമെന്റ്. എമ്പുരാൻ എന്ന എൻ്റയർ സിനിമയിലെ ഏറ്റവും പഞ്ച് മൊമെന്റ് മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്യുന്നതാണ്. മഞ്ജു വാര്യരെ അന്യായമായി അറസ്റ്റ് ചെയ്യുമ്പോൾ മഞ്ജു വാര്യർക്കുള്ള ജനപിന്തുണ ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പം മഞ്ജു വാര്യർ എന്നിട്ട് സ്റ്റേജ് എന്ന് പറയുന്നുണ്ട് എന്നെ കയ്യാമം വെച്ചുകൊണ്ട് പോകണമെന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായം അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അന്യായമായ വേട്ടയാടലാണ് നടക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതേപോലൊരു പൊതുപരിപാടിയിൽ ഈ വ്യാജ കേസിൽ, വ്യാജ ആരോപണങ്ങളുടെ പേരിൽ പരാതി പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം. രാഹുലിനോട് ആശയപരമായി 100-ൽ 99 കാര്യങ്ങളിലും വ്യത്യാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, കേട്ടോ, അത് വേറെ. പക്ഷേ രാഹുലിന്റെ ജനപിന്തുണ അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരൊറ്റ പോയിന്റാണ് ഞാൻ ഇതിലൂടെ ജനങ്ങളോട്, മലയാളി വാർത്തകളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ പാർട്ടികളും, എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും എതിര് നിന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജനപിന്തുണ വർദ്ധിച്ചെന്നറിയാമോ? നമ്മുടെ നാട്ടിലെ സാധാരണ മലയാളി അനീതിക്കെതിരെ പൊരുതുന്നതാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ കേരളീയൻ ഈ നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഒരുത്തനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കണ്ടതിനുള്ള പോരാട്ടമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് അത് മലയാളി ജനതയുടെ വിജയമാണ്, കേരള ജനതയുടെ വിജയമാണ്. ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ച പങ്കെടുത്തപ്പോൾ അതിലെ ഒരു അവതാരിക അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ആയിട്ടും ഇത്രയും ജനപിന്തുണ എങ്ങനെയാണ് രാഹുലിന്റെ ജനപിന്തുണ കണ്ട് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടോ, അത്ഭുതപ്പെടുന്നുണ്ടോ എന്ന് മറ്റ് പാർട്ടിക്കാരോട് ചോദിക്കുകയാണ്. ആ ജനപിന്തുണയുടെ കാരണം രാഹുലിന്റെ കഴിവും രാഹുലിന്റെ നല്ല ചിരിയും രാഹുലിന്റെ മെടുക്കും മാത്രമല്ല, സാധാരണ മലയാളിക്ക് നമ്മുടെ കൺമുന്നിൽ നടക്കുന്നൊരു അനീതിയോടുള്ള പ്രതിഷേധവും പ്രതിരോധവുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പരാതി പോലും ഇല്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്നത്. ഒരു പരാതി പോലും ഇല്ല. രാഹുലിനെതിരെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ് 10 പരാതി വന്നതായി പറഞ്ഞു. ഞാൻ തന്നെ FIR എടുത്ത് കാണിച്ചു. അതിലെ 5 പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. ഏതെങ്കിലും ഒരുത്തൻ വീട്ടിലിരുന്ന് TV കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന് പരാതി കൊടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുകാരനാവൂ? 18 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് വ്യാജ വാർത്ത കൊടുത്തു. യഥാർത്ഥത്തിൽ പോലീസ് പരാതിക്കാരില്ലാത്തതുകൊണ്ട് ഏജ് കാറ്റഗറി 18 to 16 ഇട്ടതാണ്.
അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതല്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ നടന്ന് ആക്രമിച്ചതുകൊണ്ട് കേരള ജനതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടൊരു ഇഷ്ടമുണ്ട്. നാളെ ഇത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും ലീഗ് ആണെങ്കിലും കേരള ജനതയുടെ ഈ പ്രതിരോധം ഉണ്ടാകും. കാരണം നമ്മളുടെ കൺമുമ്പിൽ വെച്ച് ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മ, ധർമ്മബോധം, ശരി, നീതിബോധം പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് എൻ്റെ ആഗ്രഹം മഞ്ജു വാര്യരെ എമ്പുരാനിൽ അറസ്റ്റ് ചെയ്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണം. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്നലെ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഓഡിയോ പുറത്തു വന്നതിന് ശേഷം. അപ്പോൾ ചില മാധ്യമങ്ങൾ രാഹുലിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ആ പെൺകുട്ടി, ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുകയാണ് എന്നാണ് പറഞ്ഞത്. ആ പെൺകുട്ടി എവിടെയും പ്രതികരിച്ചിട്ടില്ല, ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുകയാണെന്ന്. പിന്നെ മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് ഈ വാർത്ത കിട്ടി? എലക്ഷൻ സമയത്ത് ഇത്തരം വാർത്തകൾ കൊണ്ട് രാഹുലിന്റെ ട്രെൻഡ് ഇല്ലാതാക്കാൻ നോക്കുകയല്ലേ? നമുക്കെല്ലാം അറിയാം, എലക്ഷൻസ് ജയിക്കുന്നതും തോക്കുന്നതും ട്രെൻഡുകളിലാണ്. മൊമെന്റം എന്ന് പറയും, ഹിന്ദിയിൽ ഹവ എന്ന് പറയും, മാഹോൽ എന്ന് പറയും, കാറ്റ് വീശുന്നു എന്ന് പറയും. രാഹുൽ പാലക്കാട് ഒരു വലിയ ട്രെൻഡ് ഉണ്ടാക്കി. ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇത്രയും ഒരു ആരോപണം വരുമെന്നല്ല, എന്തെങ്കിലും വരുമെന്ന്. കാര്യം ശ്രദ്ധിച്ചു വേണം മാഡം. ഒരു 2 ദിവസം മുമ്പ് വൈറലായ ഒരു വീഡിയോ വന്നു. രാഹുൽ ഇലക്ഷൻ കമ്മീഷനെ നിയമം പഠിപ്പിക്കുന്നു, BJP-ക്കാരെ നിയമം പഠിപ്പിക്കുന്നു, എന്നിട്ട് കോൺഗ്രസിന്റെ തെള്ളിയ നോമിനേഷൻ തിരിച്ചു സ്വീകരിപ്പിക്കുന്നു. വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ രാഹുൽ സ്റ്റാർ ആകുന്നത് കണ്ട് അവിടെ ആർക്കോ സഹിച്ചില്ല. എന്നാ നിനക്കെതിരെ അടുത്ത പണി ഞങ്ങൾ തരും. ഇങ്ങനെയാണോ നമ്മൾ രാഷ്ട്രീയം കളിക്കേണ്ടത്? 35 വർഷം മുമ്പ് ശങ്കരാടി പറഞ്ഞതാണ് എതിർ പാർട്ടികളിലെ INSP അന്നത്തെ കോൺഗ്രസ്, INSP-യിൽ കഴിവും ഗുണമുള്ള 2-3 പിള്ളേർ വന്നിട്ടുണ്ട്. അതായത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിലും. അവനെയൊക്കെ ഏതെങ്കിലും പെണ്ണ് കേസിൽ പെടുത്തി, ഗർഭ കേസിൽ പെടുത്തി നമുക്ക് ഇല്ലാതാക്കണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 35 വർഷം മുമ്പ് ശങ്കരാടി പറഞ്ഞേന്ന് 1 ഇഞ്ച് നമ്മൾ മാറിയോ? ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിൽ പോകാൻ പെൺകുട്ടികളെ വിളിക്കാറുണ്ടെന്ന് CPM-ന്റെ ആള്. ഇയാൾക്ക് എങ്ങനെ അറിയാം ഷാഫി പറമ്പിൽ ചെയ്തിട്ടുണ്ടെന്ന്? ചുമ്മാ പറയുമല്ലേ? എത്ര നാണം കെട്ട രാഷ്ട്രീയമാണ്. ഇതാണോ വേണ്ടത്? നമ്മൾ സംസാരിക്കേണ്ട എന്തിനെ കുറിച്ചാണ്? റോഡിനെ കുറിച്ച്, തോടിനെ കുറിച്ച്, പൊല്യൂഷനെ കുറിച്ച്, ഗാർബേജ്, മാലിന്യ പരിഷ്കരണത്തെ കുറിച്ച്, നഗരം എങ്ങനെ മെച്ചമാക്കുന്നതിനെ കുറിച്ച് ഇത് സംസാരിക്കുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒരു പെൺകുട്ടിയുടെയും ബ്രേക്കപ്പിന്റെ കാര്യവും ബാംഗ്ലൂരിൽ പോകാൻ ഷാഫി പെണ്ണുങ്ങളെ വിളിച്ചു എന്ന് പറയുന്ന കാര്യവും സംസാരിക്കാൻ CPM-കാർക്ക് നാണമില്ലേ? എല്ലാ സഖാക്കളും അങ്ങനെയാണെന്നും പറയുന്നില്ല. ഇനിയും നാളെ CPM-ലെ മുകേഷ് ചേട്ടനെതിരെ ആണെങ്കിലും, BJP-ലെ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ ആണെങ്കിലും, കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആണെങ്കിലും, അല്ലെങ്കിൽ വേറെ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്ന 3 പേര്, ആർക്കെതിരെ വ്യാജ ആരോപണം വന്നാലും നമ്മൾ മലയാളികൾ പ്രതിരോധിക്കണം. അത് രാഷ്ട്രീയത്തിന്റെ അല്ല. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിലും എനിക്കും വ്യക്തിപരമായ ഒരു സൗഹൃദവും ഇല്ല. ഞാൻ മാസങ്ങൾ പണിപ്പെട്ട് കൊണ്ടുവന്ന പുരുഷ കമ്മീഷൻ എതിർത്തതും അതിനെ അവതരിപ്പിക്കാതിരിക്കാതിരിക്കുന്നതും പ്രധാന കാരണക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എനിക്കതിൽ വിരോധമൊന്നുമില്ല. അത് ആശയപരമായി ഞങ്ങൾ തമ്മിലുള്ള ഡിബേറ്റാണ്. ഇന്നും നാളെയും തുടരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നെഹ്റൂവിയനാണ്, ഞാനൊരു ഗാന്ധിയനാണ്. ഞങ്ങൾ തമ്മിൽ എന്നും ഫൈറ്റ് ഉണ്ടാകും. പക്ഷേ എൻ്റെ മനസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള രാഷ്ട്രീയ എതിർപ്പ് തീർക്കാൻ സ്ത്രീകളെയും ഗർഭത്തെയും പെണ്ണിനെയും ഉപയോഗിക്കാൻ തത്ര ചീപ്പാവരുത് ഞാൻ. ഈ ചീപ്പാവരുത് ബാക്കിയുള്ളവരും. രാഹുലിനോട് ഞാൻ നാളെയും ഡിബേറ്റ് ചെയ്ത് തോപ്പിക്കാൻ നോക്കും. രാഹുൽ എന്നെ ഡിബേറ്റ് ചെയ്ത് തോപ്പിക്കാൻ നോക്കും. രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്നലെയും ഇന്നും നാളെയും ഫൈറ്റ് ചെയ്യും. പക്ഷേ അത് മാന്യതയുള്ള ടോപ്പിക്കുകളിലായിരിക്കും, ആശയങ്ങളിലും നിലപാടുകളിലും നയങ്ങളിലുമായിരിക്കും, അല്ലാതെ ഗർഭത്തിന്റെ പേര് പറഞ്ഞായിരിക്കില്ല. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്നിപ്പോൾ PTV ഉൾപ്പെടെയുള്ള ചില CPM-ന്റെ വനിതാ നേതാക്കൾ സീമാജി നായരെയും അനുശ്രീയെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ, ആ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിക്കൊപ്പമാണ് കേരള സമൂഹം നിൽക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്. അതായത് രാഹുലിനെ പിന്തുണയ്ക്കുന്ന വനിതാ സ്ത്രീകൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ആലോചിച്ച് നോക്കിയ രാഹുലിനെ പിന്തുണച്ച് സീമാജി നായർ വന്നു, ആയിഷ പോറ്റി വന്നു, ശ്രീനാദേവി വന്നു, ഗംഭീരമായിട്ട് ശ്രീനാദേവി എന്ന് പറഞ്ഞു, അനുശ്രീ വന്നു, തൻവി വന്നു. ഇവരെല്ലാം നന്മയുടെ പ്രതീകങ്ങളാണ്. ഞങ്ങൾ പുരുഷന്മാരെ അന്യായമായി വേട്ടയാടുമ്പോൾ നിങ്ങൾ സ്ത്രീകളാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത്, നിങ്ങൾ സ്ത്രീകളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ആ സ്ത്രീകൾക്ക് വളരെ താഴ്മയോടുകൂടി എൻ്റെ പ്രണാമം. അവരെല്ലാം വ്യത്യസ്ത പാർട്ടികളിലെയാണ്. ഇപ്പം അനുശ്രീ കൂടുതൽ BJP-യോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. ശ്രീനാദേവി പണ്ട് CPI ആയിരുന്നു, ഇപ്പം കോൺഗ്രസ് ആണ്. ഐഷ പോറ്റി മാഡം കമ്മ്യൂണിസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഓരോരുത്തരും ബാക്കിയുള്ളവരുടെ രാഷ്ട്രീയം എനിക്കറിയില്ല, ഓരോരുത്തരും അല്ലെങ്കിൽ തന്നെ കുറച്ചുകൂടെ മോഡേൺ ജനറേഷനിൽപ്പെട്ട ആളാണ്. പക്ഷേ അന്യായം, നമ്മൾ ന്യായത്തിന്റെ കൂടെ നിൽക്കുക. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചത് സത്യത്തിന്റെ കൂടെ നിൽക്കുക. ആര് ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, സത്യം എന്താണ് ആ ബോധ്യത്തിൽ നമ്മൾ സത്യത്തിന്റെ കൂടെ നിൽക്കുക. നാളെ മുകേഷ് ഏട്ടന്റെയും കൂടെ നിൽക്കുക, സുരേഷ് ഗോപിയുടെയും കൂടെ നിൽക്കുക, രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കൂടെ നിൽക്കുക, എൽദോസ് കുന്നപ്പള്ളിയുടെ കൂടെ നിൽക്കുക. കാര്യം ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ. ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയതല്ലേ. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ പുറകെ നടന്ന് വ്യാജ കേസ് വേട്ടയാടിയതല്ലേ. അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുതെ വിടൂ?
ഇന്നിപ്പോൾ മാധ്യമങ്ങൾ ഏകദേശം ശബരിമലയെ ഒന്ന് താഴ്ത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് അത് ഏറ്റവും വീണ്ടും കൂടുതൽ വരും. ചർച്ചയാക്കുന്നത്. അല്ല, അത് വീണ്ടും വരും. ഈ ഇലക്ഷൻ ഒക്കെ അല്ലേ. ശബരിമല കോടതി വരെ വിടില്ല. കോടതി പിന്നാലെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ശബരിമല തീർച്ചയായിട്ടും വേണം, അതിൽ നിന്ന് ഫോക്കസ് മാറരുത്. പക്ഷേ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെയും ഇതേപോലെ ഫെമിനാസികൾ ചോദ്യം ചെയ്തതാണ്. അയ്യപ്പന്റെ ആലോചിച്ച് നോക്കണം, അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവമായ അവതാര പുരുഷനായ വ്യക്തിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെയും അവകാശങ്ങളെയും ഫെമിനിസ്റ്റുകൾ ചോദ്യം ചെയ്തതാ. എല്ലാ ആണിനെതിരെയും അത് വരും. അതുകൊണ്ട് പ്രതിരോധിക്കേണ്ടത് ഓരോ ആണിന്റെ ഉത്തരവാദിത്വമാണ്, ഓരോ സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്.